ഹായ് ഗേയ്സ്, അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകട്ടെ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടിട്ട് ചെന്നപ്പോൾ തന്നെ നല്ല ജീവനുള്ള മീനും മാർക്കറ്റ് നിറയെ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ മാർക്കറ്റിൽ മൊത്തത്തിൽ ചുറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി എല്ലാ ഐറ്റംസും സൺഡേ ആണ് കേട്ടോ. അങ്ങനെ മാർക്കറ്റിലായാലും എവിടെ പോയാലും ഇക്കാക്ക് സൺഡേ ആണ് ലീവ്. അപ്പോൾ പോയി വാങ്ങി അങ്ങനെ നേരെ ചായക്കടി കയറി കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ മോന് ഭയങ്കര വഴക്കും കാര്യങ്ങളുമാണ് കേട്ടോ. മോന് ആഗ്രഹിച്ച എന്ത് മേടിച്ചെടുത്തിട്ടില്ലെങ്കിലും അവന് പുറത്തിറങ്ങി അങ്ങനെ ഒരു വാശിയുണ്ട് കേട്ടോ. അതെപ്പോഴും ഉള്ളതൊരു സംഭവമാണ്. അങ്ങനെ ഓരോ മുട്ട പപ്സും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ട് മാർക്കറ്റിൽ പോയി വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ടൈമായിട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ സൺഡേ മാർക്കറ്റിൽ പോയിട്ട് ഓരോരോ ഐറ്റംസ് വാങ്ങിയിട്ട് വരും. മീൻ മാർക്കറ്റിൽ പോയി മീനൊന്നും ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടില്ല. അപ്പം ഇന്ന് ബീഫാണ് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ബീഫാണ്. അങ്ങനെ മീൻ മാർക്കറ്റിൽ പോയി ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ പിടുത്തമിട്ട് നല്ല റേറ്റാണ് കേട്ടോ മീനിന്. അപ്പം ബീഫ് അങ്ങോട്ട് വാങ്ങിട്ടോ. അങ്ങനെ ബീഫ് വാങ്ങി വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഞാനും ബീഫ് ശരിയാക്കാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ബീഫ് സൺഡേ ആകുമ്പോൾ ഭയങ്കര ജോലിയായിരിക്കും കേട്ടോ. അങ്ങനെ ബീഫ് ഞാൻ എല്ലാവരും വെക്കണ പോലെയല്ല കേട്ടോ വെക്കുക. മസാലകളൊക്കെ നന്നായിട്ട് വാട്ടിയതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വാട്ടിയിട്ടാണ് വെക്കാറ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്നോട് യൂട്യൂബിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോന്ന്. അങ്ങനെ വരുമാനം വന്ന് കിടക്കുന്നുണ്ട്. അത് കയറും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഞാനും അങ്ങോട്ട് കുഴങ്ങി കേട്ടോ. പക്ഷെ കയറാത്ത കണ്ട് ആ ഡേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന ആ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഷിഫ്റ്റ് കോഡ് അടിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ആഡായത്. അങ്ങനെ ഞാൻ ബാങ്കിലോട്ട് പോയിട്ട് ഷിഫ്റ്റ് കോഡ് വാങ്ങിച്ച് വന്ന് ഷിഫ്റ്റ് കോഡ് ഇപ്പം ഇന്നലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനിയും ജനുവരി 25 ഉള്ളിൽ കിട്ടേണ്ട കാശ് ഇനി ഫെബ്രുവരി 25 ഉള്ളിൽ മാസത്തിൽ 21, 25 ഉള്ളിലാണ് കേട്ടോ എൻ്റെ അക്കൗണ്ടിലോട്ട് കയറുക യൂട്യൂബിൽ നിന്നത്തെ വരുമാനം. അപ്പോൾ അത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫെബ്രുവരിയിലുള്ളൂ എൻ്റെ അക്കൗണ്ടിലും എൻ്റെ കയ്യിലോട്ടും കിട്ടുക കേട്ടോ. അതും കൂടി പറയാനാണ്. അങ്ങനെ ബീഫൊക്കെ ഞാനിതാ വാട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഞാൻ ബീഫ് ഇങ്ങനെ വാട്ടിയിട്ടാണ് വെക്കാറില്ല. ഇവിടുത്തെ ഇക്കാക്ക് പച്ചവെടുക്കനെ ഒക്കെ ഒന്നിച്ചിട്ടിട്ട് കുക്കറിൽ വേവിച്ചിട്ട് അത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ബീഫ് കുക്കറിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പണികൾ നോക്കാം. ഗരം മസാല, ഇത് ബിരിയാണി മസാല, ഇത് ചിക്കൻ ബീഫ് മസാല, മട്ടൻ മസാല, ഇത് ചിക്കൻ മസാല കേട്ടോ. അന്ന് ഞാൻ കുപ്പികൾ വാങ്ങിയിരുന്നില്ലേ, കുപ്പിമ്മ സ്റ്റിക്കർ ആ ഒരു ഫോട്ടോത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നില്ലേ, അതിതാ കേട്ടോ. അങ്ങനെ ബീഫൊക്കെ സെറ്റായി അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വേവാനിട്ടിട്ടുണ്ടായിരുന്നു. ഇത് തൊലി കളഞ്ഞിട്ടിട്ടാൽ ബീഫിൻ്റെ കൂടെ മിക്സ് ആകും. അതുകൊണ്ടാണ് തൊലി കളയാതെ കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇത് സ്വത്തൂന് ഇതും വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പിട്ട് കുഴച്ച് ചോറ് കൊടുത്തു അവന് നന്നായിട്ട് കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ റൈസും ഇങ്ങനെ വെക്കാം കേട്ടോ. കുക്കറിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങും കൊണ്ട് അത് കൂട്ടി കഴിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. അങ്ങനെ ഞാനും എനിക്ക് ചോറ് കൊടുക്കാൻ പോകുകയാണ്. ചോറ് കൊടുക്കാൻ പോണ വൈക്കണ്ട ഒരു കൊട്ട എടുക്കുന്നത്. ആ ഒരു കൊട്ടയില്ലേ എൻ്റെ പൊന്നെ, എപ്പോഴും അതും കൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ ഒരു വീട്ടിൽ കേട്ടോ. ആ ഒരു കൊട്ട എത്ര നേരത്തെ ഉള്ളിലോട്ട് വെച്ചാലും കയ്യും കാലും മുളച്ചമായിക്ക് വീണ്ടും കാണാതെ നടുക്ക് അങ്ങനെ ഈ സ്വത്തുമാണ് കേട്ടോ കാരണം അങ്ങനെ സ്വത്തുവിന് ഫുഡും കൊടുത്ത് ഞാൻ കുളിയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഞാനും മിക്കാവും ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗേസ് എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.